സത്യവേദ പുസ്തകത്തിലെ നീല നദി നൈലാണ്. യെശയ്യാ പ്രവചനം 23:3-10, യെരമ്യാ പ്രവചനം 46:7-8, ആമോസ് 8:8, 9:5, സെഖര്യാവ് 10:11. നൈൽ ഗ്രീക്കിൽ നൈലാസും ലത്തീനിൽ നീലൂസുമാണ്. നീലൂസാണ് മലയാളത്തിൽ നീലനദിയും ഇംഗ്ലീഷിൽ നൈലുമായത്. ഈ പേരിൻ്റെ ഉൽപ്പത്തി അവ്യക്തമാണ്. പഴയ നിയമത്തിൽ പൊതുവെ നദി എന്നർത്ഥമുള്ള യോർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അബ്രഹാമിൻ്റെ സന്തതിക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തിൻ്റെ 2 അതിരുകളാണ് നൈൽ നദിയും ഫ്രാത്ത് അഥവാ യൂഫ്രട്ടീസ് നദിയും. ഇവിടെ നൈൽ നദിയെ മിസ്രയീം നദിയെന്നും യൂഫ്രട്ടീസ് നദിയെ ഫ്രാത്ത് അഥവാ മഹാനദി എന്നും പറഞ്ഞിരിക്കുന്നു. രണ്ടിടത്തും നദിയെ കുറിക്കുന്ന എബ്രായ പദം നാഹാർ ആണ്. ഉൽപ്പത്തി 15:18. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നദിയായ നൈലിന് നീളത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനമുണ്ട്. ഏകദേശം 6500 കിലോമീറ്റർ നീളമുള്ള ഈ നദി മധ്യ ആഫ്രിക്കയിലെ ടാങ്കനിക്ക തടാകത്തിന് സമീപത്ത് നിന്ന് പുറപ്പെട്ട് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ പതിക്കുന്നു. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്നാണ് വിളിക്കുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ അസ്വാൻ നൈലിലാണ്. മുംഫിബ്രോ പർവ്വതങ്ങളിൽ നിന്നും റൂവൻസോറി പർവ്വത നിരകളുടെ 2 വശത്ത് നിന്നുമാണ് നൈൽ നദി യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ പ്രധാന സ്രോതസ്സായ കഗേറ നദി ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിലേക്ക് ഒഴുകുന്നു. വിക്ടോറിയ തടാകത്തിൽ നിന്നാണ് നൈൽ പുറപ്പെടുന്നത്. അവിടെ നദിക്ക് 400 മീറ്റർ വീതിയേ ഉള്ളൂ. ആൽബർട്ട് തടാകത്തിൽ എത്തിച്ചേരുന്ന നൈൽ അവിടെ നിന്നും വടക്കോട്ടൊഴുകി സുഡാനിൽ പ്രവേശിക്കുന്നു. നോ തടാകത്തിൽ വെച്ച് ബാഹർ എൽ ഖാസൽ നദിയിൽ വന്നു ചേരുന്നു. ഈ സംഗമസ്ഥാനം തൊട്ട് നൈലിൻ്റെ പേര് വെള്ള നൈൽ ബാഹർ എൽ അബ്യാസ് ആണ്. 6ാം ജലപാതത്തിന് തെക്കുവശത്തുള്ള ഖാർട്ടൂമിൽ വെച്ച് വെള്ള നൈലും നീല നൈലും ബാഹർ അസ്റാഖ് സംയോജിച്ച് യഥാർത്ഥ നൈൽ നദിയായി രൂപപ്പെടുന്നു. പിന്നീട് ഒരു മുഖ്യ പോഷക നദി മാത്രമേ, അതായത് അത്ബാറ, നൈലിനോട് ചേരുന്നുള്ളൂ. അത്ബാറ സംഗമത്തിൽ നിന്ന് 2560 കിലോമീറ്റർ ഒഴുകി നൈൽ മെഡിറ്ററേനിയൻ സമുദ്രത്തോട് ചേരുന്നു. നൈൽ നദിയുടെ തടത്തിൽ പുല്ലും ഞാങ്ങണയും സമൃദ്ധിയായി വളരുന്നു. ഉൽപ്പത്തി 41:2. ഞാങ്ങണച്ചെടി അഥവാ പാപ്പറസ് കടലാസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു വരുന്നു. പാപ്പറസ് എന്ന പേരിൽ നിന്നാണ് പേപ്പർ വന്നത്. മഴക്കാലത്ത് നൈൽ നദി കരകവിഞ്ഞൊഴുകും. അപ്പോൾ നദിയുടെ ഇരുവശത്തുമുള്ള പാടങ്ങൾ വെള്ളത്തിനടിയിലാവും. ഇക്കാലത്തെ കൃഷി ഒരു ഭാഗ്യ പരീക്ഷണമായിരുന്നു. നീലനദിയിലെ കൊയ്ത്തിനെക്കുറിച്ച് യെശയ്യാവ് 23:3 പറഞ്ഞിട്ടുണ്ട്. മിസ്രയീമ്യരുടെ ഒരാരാധ്യ ദേവതയായിരുന്നു നൈൽ. ഇസ്രായേൽ മക്കളുടെ പുരുഷ സന്താനത്തെ നൈൽ നദിയിൽ ഇട്ടുകളയുവാനാണ് ഫറവോൻ കൽപ്പിച്ചത്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിൽ ഒരു പ്രധാന സ്ഥാനം നൈലിനുണ്ട്. മോശയെ ഞാങ്ങണപ്പെട്ടകത്തിലാക്കി ഒളിച്ചുവെച്ചത് നൈൽ നദിയിലായിരുന്നു. പ്രസ്തുത നദിയിൽ കുളിക്കാൻ വന്ന ഫറവോന്റെ പുത്രി മോശയെ രക്ഷപ്പെടുത്തി. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള മോശെ എന്ന പേരും നൈലുമായി ബന്ധപ്പെട്ടതാണ്. യഹോവയെ ആരാധിക്കാൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് മോശെ ഫറവോനോട് ആവശ്യപ്പെട്ടത് നൈൽ നദീതീരത്ത് വെച്ചായിരുന്നു. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം. മിസ്രയീമ്യരുടെ മേൽ യഹോവ അയച്ച 10 ബാധകളിൽ 2 നൈൽ നദിയുമായി ബന്ധപ്പെട്ടതാണ്. മോശെ വടി ഓങ്ങി അടിച്ചപ്പോൾ നൈൽ നദിയിലെ വെള്ളം രക്തമായി, മത്സ്യം ചത്തു, നദി നാറി. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അടുത്ത ബാധയായ തവള അനവധിയായി ജനിച്ചതും ഈ നൈൽ നദിയിൽ തന്നെയായിരുന്നു. പുറപ്പാട് 8-ാം അധ്യായം 3-ാം വാക്യം.